നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംബുസാരഭക്ഷിതമുമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വരായ ഓം മഹേശ്വരായ ദുർഗാദേവി. നമസ്കാരം. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 എന്ന് പറയുന്ന വർഷത്തിൽ വളരെയധികം ഭാഗ്യദായകമായ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം 2026 സൂര്യ ശനി സംയോഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സൂര്യനും ശനിയും പിതാപുത്ര ബന്ധത്തിൽ നിൽക്കുന്ന ഗ്രഹമാണെങ്കിലും അവർ ചിലപ്പോൾ വിരുദ്ധ ചേരിയിലാണ് നിൽക്കുന്നതെങ്കിലും ചില അവസരങ്ങൾ ഒന്നുചേരുമ്പോൾ ഉണ്ടാകുന്ന ഭാഗ്യദായകമായ മുഹൂർത്തം, ആ ഭാഗ്യദായകമായ മുഹൂർത്തമാണ് സൂര്യൻ്റെ അഥവാ ആദിത്യൻ അഥവാ രവിയുടെയും ശനിയുടെയും ചേർച്ചയിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന ആളുകൾ ഒന്നുചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഭാഗ്യ അനുഭവങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്ന ചില നക്ഷത്ര ജാതരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 30 വർഷങ്ങൾക്ക് ശേഷം 2026 മാർച്ചിൽ മീനം രാശിയിൽ നടക്കുന്ന സൂര്യ ശനി സംയോഗത്തെക്കുറിച്ചാണ് വ്യക്തമാക്കാൻ പോകുന്നത്. ശനിയുടെയും സൂര്യൻ്റെയും സംയോഗം ജ്യോതിഷത്തിൽ ഒരു വലിയ പ്രതിഭാസമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. സൂര്യനും ശനിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശത്രുതാ മനോഭാവത്തിലുള്ള ഗ്രഹങ്ങളാണ് എങ്കിലും ചില കാര്യങ്ങളിൽ ഇവരൊന്നു ചേരുമ്പോൾ സർവഭാഗ്യങ്ങളായിരിക്കും വന്നു ചേരുന്നത്. ജീവിതത്തിലെ വലിയ അച്ചടക്കവും വിജയവുമൊക്കെ ഈ സമയത്താണ് പ്രതിഫലിക്കുന്നത്. സൂര്യൻ്റെയും ശനിയുടെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹിക്കപ്പെടുന്ന ചില നക്ഷത്ര ജാതരെക്കുറിച്ചാണ് വ്യക്തമാക്കാൻ പോകുന്നത്. മീനക്കൂറിലെ ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രത്തിൽ സൂര്യൻ്റെയും ശനിയുടെയും ചേർച്ചയിലുണ്ടാകുന്ന ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. മീനം രാശിയിലാണ് സൂര്യൻ്റെയും ശനിയുടെയും സംയോഗം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ രാശിയിലെ ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾക്ക് പൊതുവിൽ വലിയ ഭാഗ്യത്തിനുള്ള അവസരമുണ്ട്. പൂരുരുട്ട നക്ഷത്രത്തിൽ ആ ഭാഗ്യം വന്നു ചേരുകയില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്. എന്ന് വിചാരിച്ചാലും ഇവർക്ക് വന്നു ചേരുന്നതിൻ്റെ അത്ര ഭാഗ്യം വന്നില്ലെങ്കിലും പൂരുരുട്ട നക്ഷത്രക്കാർക്കും ഭാഗ്യമുണ്ടാകും. പക്ഷേ ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കാണ് അതിൻ്റേതായിരിക്കുന്ന മികച്ച ഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത്. ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. വിദേശ യാത്രയ്ക്കോ വിദേശത്ത് ജോലി ലഭിക്കുന്നതിനോ ഭാഗ്യമുണ്ടാകും. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനും അതുപോലെ തന്നെ വിദേശ ജോലികളിലൊക്കെ ഏർപ്പെടാനുമുള്ള തടസ്സങ്ങൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് വന്നു ചേർന്നിട്ടുള്ള വ്യവസ്ഥിതി ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളെല്ലാം ഒഴിവാകുന്ന
നല്ല സമയമാണ് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. ആയതുകൊണ്ട് തന്നെ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് മാത്രമല്ല, വലിയ സാമ്പത്തിക മേന്മയുള്ള തൊഴിലിൽ അംഗമാകാനും കഴിയും. അതുപോലെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നടത്തി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ആഗ്രഹം സഫലീകരിക്കും. ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴിയൊക്കെ ലോകോത്തര കമ്പനികളിൽ തന്നെ നിങ്ങൾക്ക് ജോലി സാധ്യത തെളിഞ്ഞു നിൽക്കുന്നു. സൂര്യൻ്റെയും ശനിയുടെയും അനുഗ്രഹ പൂർത്തീകരണം നിലനിൽക്കുന്നത് കൊണ്ട് ഇന്നലെ വരെ എന്ത് എതിർപ്പാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതെല്ലാം മാറി അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പഴയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ വലിയ ലാഭം നിങ്ങൾക്ക് ലഭിക്കുവാനും പോവുകയാണ്. സാമ്പത്തിക മേന്മയുള്ള ഒരു വർഷം തന്നെയായിരിക്കും 2026 എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് കന്നിക്കൂറിലെ അത്തം ചിത്തിര നാളുകാരാണ്. സൂര്യനും ശനിയും കന്നിക്കൂറുകാരുടെ 7ാം ഭാവത്തിലാണ് സഞ്ചാരം നടത്തുന്നത്. പങ്കാളിത്ത ബിസിനസ്സുകളിൽ വലിയ മുന്നേറ്റമുണ്ടാകും. തൊഴിൽപരമായി പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. സാമൂഹികമായി അംഗീകാരങ്ങളും പദവികളും നേതൃത്വ സ്ഥാനമാനങ്ങളും കീർത്തിതമായിരിക്കുന്ന വ്യവസ്ഥകളുമൊക്കെ ഇവർക്ക് വന്നു ചേരും. ഈ നക്ഷത്ര ജാതർക്ക് ഇവരുടെ ശത്രുക്കളുടെ നീക്കങ്ങളെ അമ്പെ പരാജയപ്പെടുത്തുവാൻ കഴിയും. അത്തം ചിത്തിര നാളുകാർക്ക് ജീവിതത്തിൽ വമ്പൻ സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന സമയമാണ് 2026. മാർച്ച് മാസത്തിൽ അതിന് തുടക്കം കുറിക്കുക തന്നെ ചെയ്യും. സൂര്യൻ്റെയും ശനിയുടെയും അനുഗ്രഹ വ്യവസ്ഥിതികൾ ഈ 2 നക്ഷത്ര ജാതരെയും ഉന്നത ജീവിത പ്രവർത്തനങ്ങളിലേക്ക് ബന്ധപ്പെടുന്നതിന് കാരണമാക്കി തീർക്കുന്ന വഴിയൊരുക്കം നടത്തും. സാമ്പത്തികം കൊണ്ടും സമൃദ്ധി കൊണ്ടും ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷങ്ങൾ കൊണ്ടും കുടുംബ ജീവിതത്തിലെ ആഹ്ലാദം കൊണ്ടും നിറയുന്ന ഒരു വർഷമാണ് അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെയും ശനിയുടെയും സംയോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായും വലിയ ജീവൽ സൗഭാഗ്യം അവർക്കുണ്ടാകും. അടുത്തത് വൃശ്ചിക കൂറിലെ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. വൃശ്ചിക കൂറുകാരുടെ 5ാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത്. വൃശ്ചിക കൂറുകാരുടെ സർഗാത്മകമായ കഴിവുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടാകും സൂര്യൻ്റെയും ശനിയുടെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ശരിക്കും എഴുത്തുകാർക്ക്, അധ്യാപകർക്ക്, പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക്, പത്രപ്രവർത്തകർക്ക്, സിനിമാ മേഖലയിൽ നിൽക്കുന്നവർക്കെല്ലാം തന്നെ സൗഭാഗ്യദായകമായിരിക്കുന്നൊരു വർഷമായിട്ട് 2026 മാറ്റിയെടുക്കുവാൻ സൂര്യൻ്റെയും ശനിയുടെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പായും കഴിയും. അത്രത്തോളം ബഹുമാന്യരായിരിക്കുന്ന വ്യക്തികളായി മാറുകയും ചെയ്യും ഇവർ. അതാണ് സൂര്യ ശനി സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. സാമ്പത്തിക മേന്മയും സമൃദ്ധിയും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് എത്തിച്ചേരും ഇവർക്ക്. സർക്കാർ സംബന്ധമായ അനുകൂലമായ തീരുമാനങ്ങൾ ഇവർക്കുണ്ടാകും. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ധനം വളരെ കൂടുതലായിട്ട് വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. പല ബിസിനസ്സുകളിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭം ഇവരിലുണ്ടാകും. തീർച്ചയായും ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും സമൃദ്ധിദായകമായിരിക്കുന്ന മുന്നോട്ടുള്ള പോക്കിന് സൂര്യൻ്റെയും ശനിയുടെയും ഈ സംയോഗം അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും ഈ നക്ഷത്ര ജാതർക്ക്. അതുപോലെ കർക്കിടകക്കൂറ് നക്ഷത്രക്കാരായിരിക്കുന്ന പുണർന്നം പോയ ആയില്യം ഈ നക്ഷത്ര ജാതർക്ക് സൂര്യൻ്റെയും ശനിയുടെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായ സമ്പൽ സമൃദ്ധി ഉണ്ടാകും എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും കാർഷികപരമായിട്ടും വളരെയധികം ഉന്നതി ഈ നക്ഷത്ര ജാതരെ തേടിയെത്തുക തന്നെ ചെയ്യും. കർക്കിടക കൂറുകാരുടെ 9ാം ഭാവം അഥവാ ഭാഗ്യസ്ഥാനത്താണ് സൂര്യൻ്റെയും ശനിയുടെയും സംയോഗം നടക്കുന്നത്. ആയതുകൊണ്ട് തന്നെ വളരെ വളരെ ഉയർന്നു പോകാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് ജീവിതം വന്നു ചേരുമെന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ബിസിനസ് പരമായിട്ടാണെങ്കിലും കാർഷികപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ഉയർന്നുയർന്നു പോകാൻ ഈ നക്ഷത്ര ജാതർക്ക് പൂർണ്ണമായും അവസരമുണ്ടാകുമെന്നുള്ളതാണ്.
ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വ്യവസ്ഥിതികളുണ്ടാകും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സഫലമാകും. രാഷ്ട്രീയത്തിലോ ഭരണരംഗത്തോ ഇരിക്കുന്നവർക്ക് പ്രത്യേക മമതകൾ ജനങ്ങളിൽ നിന്നുണ്ടാകും. അതിനുള്ള സാഹചര്യവും വഴികളും തുറക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലകളിലും സാഹിത്യ മേഖലകളിൽ നിൽക്കുന്നവർക്ക് ഉന്നതമായ സ്ഥാനമാനാദികൾക്ക് ഉറപ്പായും സമയമുണ്ടാകും. തീർച്ചയായിട്ടും ഈ നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകൾക്ക് ദാമ്പത്യപരമായും കുടുംബപരമായും സൗഹൃദപരമായും വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് 2026 മാറും. സൂര്യൻ്റെയും ശനിയുടെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന ഭാഗ്യം ഇവരിൽ പറയുന്നതിനപ്പുറത്തേക്കു തന്നെ, ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കു തന്നെ ഉയർച്ച ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുങ്ങും. തീർച്ചയായിട്ടും ഏറ്റവും ജീവിതത്തിൽ സൗഭാഗ്യദായകമായിരിക്കുന്ന ദിനങ്ങളായിരിക്കും 2026 മാർച്ചിൽ തുടങ്ങി 2027 ജനുവരി വരെ ഉണ്ടാകുന്ന സമയത്ത് ഈ നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ സൂര്യൻ പിതാവിൻ്റെ സ്ഥാനത്തും ശനി പുത്രൻ്റെ സ്ഥാനത്തുമാണ്. ഇവർ ശത്രുതാ മനോഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് അച്ഛനോട് ശത്രുതയുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാരോട് സാധാരണ ഉദ്യോഗസ്ഥന്മാർക്കും ശത്രുതയുണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ ജീവിതത്തിൽ വളരെയധികം ദുരിതങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ശരിക്കും പിതാവിനെയും അതുപോലെ മേലധികാരികളെയും അംഗീകരിച്ചു പോവുക എന്നുള്ളതാണ് ഇവിടെ നാം ചെയ്യേണ്ടുന്നത്. പുത്രന്മാർ പിതാവിനെയും സാധാരണ തൊഴിൽ ചെയ്യുന്ന ആളുകൾ മേലധികാരികളെയും അംഗീകരിക്കുക. അംഗീകാരത്തിലൂടെ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഉയർച്ച വളരെ കൂടുതലായിരിക്കും. അതുപോലെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണുകൾക്കും എല്ലുകൾക്കുമുള്ള രോഗങ്ങളെല്ലാം തന്നെ എന്ത് ചെറുതാണെങ്കിലും അപ്പോൾ തന്നെ ചികിത്സിച്ചു മാറ്റാൻ ശ്രമിക്കണം. കാരണം സൂര്യനും ശനിയും ഒന്നു ചേരുമ്പോൾ കണ്ണിനും എല്ലിനുമൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടാൽ അത് വലിയ അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് പോകും. ശനിയാഴ്ചകളിൽ ശനി ദേവ ഭജനം ഏറ്റവും നല്ലതായിരിക്കും. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും സൂര്യ നമസ്കാരം ചെയ്യുന്നതും ഏറ്റവും അനുകൂലമായിരിക്കും. മുതിർന്നവരെയും തൊഴിലാളികളെയും ഒക്കെ ബഹുമാനിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം പ്രയോജനകരമായ ഉയർച്ചയ്ക്ക് സാധ്യത ഉണ്ടാകും. ഏറ്റവും നല്ല ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നതിനായിട്ട് ഈ പറഞ്ഞ നക്ഷത്ര ജാതർക്ക് കഴിയും. എല്ലാം ഈശ്വരൻ്റേതായ അനുഗ്രഹത്തിലൂടെ നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനവും ഈശ്വര ധ്യാനങ്ങളും മുടങ്ങാതെ ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ഈശ്വരൻ നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.